തീരും. ഒരു ദിവസം പോലും താമസിക്കേണ്ട, ഒരു രൂപ പോലും കൈക്കൂലി കൊടുക്കണം. കാരണം കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നത് എന്നാണ്? അവന്റെ പേനയുടെ ഔദാര്യം വേണ്ടി വരുന്നു. കാലതാമസത്തിന് കാരണം എന്താണ്? അധികാരം അവന്റെ കയ്യിലിരിക്കുന്നു. ഇവിടെ നമ്മൾ സംവിധാനം ചെയ്യുന്ന രൂപത്തിൽ ഒരു ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് നമുക്ക് ബിൽഡിംഗ് അപ്രൂവൽ കിട്ടും. അപ്രൂവൽ എന്ന് പറഞ്ഞാൽ അത് ഇന്റർനെറ്റിൽ ലൈവായി ചേർത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ്. ബിൽഡിംഗ് പണിത് കഴിഞ്ഞാൽ അതിന്റെ സർട്ടിഫിക്കേഷൻ ഫയൽ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്പർ കിട്ടും. അത് റെയിൽവേ ബുക്കിംഗ് പോലെയോ മറ്റു വണ്ടി ബുക്കിംഗ് പോലെയോ വളരെ ഈസിയായ സംഗതിയാണ്. റിക്കാർഡ് വേണമെന്നൊന്നും അല്ല. പക്ഷേ ഇതിന് ആരുടെ അനുവാദം വേണ്ട, നിയമം വേണ്ടാന്നില്ല, ചട്ടം വേണ്ടാന്നില്ല. നിയമവും ചട്ടവും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വേണം. പക്ഷേ നിയമവും ചട്ടവും അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം, സ്വച്ഛമായ ഒരു ജീവിതം നമുക്ക് സംഭാവന ചെയ്യാൻ ഈ ഭരണകൂടത്തിന് കഴിയുമോ? അങ്ങനെ ഒരു ഭരണകൂടം നമുക്ക് വേണ്ട എന്ന്. കാരണം പട്ടാളമാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. പക്ഷേ പട്ടാളമല്ല നമ്മുടെ രാജ്യത്ത് ഭരിക്കുന്നത്. ഈ പട്ടാളത്തെ ഇവിടെ ഭരിക്കാൻ ഏൽപ്പിച്ചാൽ ഈ രാജ്യം മുടിഞ്ഞു പോകും. ഈ ഭരണകൂടം ഏകദേശം സെമി പട്ടാളമായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഭരണകൂടത്തെ നമ്മൾ വെറുതെ കാവൽക്കാരായി ഇരുന്നാൽ മതി. അതിനാണ് ജനാധിപത്യം മുന്നോട്ട് വയ്ക്കുന്ന മുഖ്യമായ ആശയം. ഇവിടെ ഫയർഫോഴ്സുകാരെ ദിവസം പോലും അവർ വന്ന് നമ്മുടെ വീട് പരിശോധിച്ചിട്ട്, നമ്മുടെ അടുക്കള പരിശോധിച്ചിട്ട്, അവരുടെ അനുവാദം കിട്ടിയിട്ടേ നമുക്ക് വീട് വെച്ച് ജീവിക്കാൻ പറ്റുള്ളൂ, ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പക്ഷേ നമ്മുടെ നെഗ്ലിജൻസ് കൊണ്ടോ എന്തുകൊണ്ടോ നമുക്ക് എന്ത് അടിയന്തര സംഗതി വന്നാലും നമ്മളെ സഹായിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്ന ഒരു ഏജൻസിയായി നമ്മൾ ഇവിടെ ഫയർഫോഴ്സുകാരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജില്ലാ കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആയിരുന്നാൽ മതി. അതായത് ചുരുക്കത്തിൽ പറയാൻ ജനന മരണ രജിസ്ട്രാർ ഈ പുസ്തകത്തിൽ അതൊക്കെ വാങ്ങി വഹിച്ചിട്ടുണ്ട്. ജനിക്കുന്നതിന് ആരുടെ അനുവാദം വേണോ? പഞ്ചായത്ത് സെക്രട്ടറി അനുവാദം കൊണ്ടോ മുനിസിപ്പൽ സെക്രട്ടറി അനുവാദം വേണോ? ഒന്ന് ജനിപ്പിക്കാൻ, ഒരു പുത്രനെ ഉണ്ടാക്കാൻ, പുത്രിയെ ഉണ്ടാക്കാൻ ഒന്നുമില്ല. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ അസസ്മെന്റിന് വേണ്ടി അത് എഴുതണം. മരിക്കാൻ ആരുടെയെങ്കിലും കാലന്റെ അനുവാദം ആരെങ്കിലും മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? മരിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ജനിക്കാനും മരിക്കാനുള്ള സർവ്വ അവകാശങ്ങളും ഇവിടെ ജീവിക്കാനും വേണമെന്ന് ദൃഷ്ടാന്തം ചെയ്യുന്ന ഒരു ഊർജമുള്ള ഉത്തമമായ ഒരു ചൈതന്യ പദ്ധതിയാണ് ജനാധിപത്യം. അതിലേക്ക് നിങ്ങൾ ആഴത്തിൽ ചെല്ലണം. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സ്വന്തമായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഭരണകൂടത്തിനോട് പങ്കുമില്ലാതിരിക്കണം. ഇപ്പൊ ഭരണകൂടമാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് അധോഗതികൾ, കൂടുതൽ മദ്യപാനികൾ ഉണ്ടാകുന്നത്, കൂടുതൽ വൃത്തികെട്ട സമൂഹം ഉണ്ടാകുന്നത്, ഒക്കെ ഉണ്ടാകുന്നത് ഈ ഭരണകൂടത്തിന്റെ ദുർചെയ്തികൾ ഉണ്ടാകുന്ന അപകർഷണം കൊണ്ടാണ്. ഈ സാധാരണ മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ, ഈ സാധാരണ മനുഷ്യൻ നിന്റെയും കൂടി അനുവാദത്തോടുകൂടി, നിന്റെയും കൂടെ സഹകരണത്തോടു കൂടിയാണ് ഞാൻ ഈ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഓരോ കോളനിയിലുള്ള ഓരോ സാധാരണക്കാരോട് സഹവസിക്കാനും അവരോട് സന്നിവേശം ചെയ്യാനും കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക്, ഒരു വിചാരാവസ്ഥയിലേക്ക് ഓരോ പഞ്ചായത്ത് പ്രസിഡന്റോ മുനിസിപ്പൽ പ്രസിഡന്റോ എത്താൻ നമ്മൾ അനുവദിക്കുന്നുണ്ടോ? അതിന് നമുക്ക് അവസരമുണ്ടോ? അപ്പൊ മനുഷ്യനെ തെമ്മാടികളാക്കുന്ന ഒരു ഗൂഢഗതിയുടെ ചുരുക്കമാണ് ഇന്ത്യൻ ജനാധിപത്യം. ഇവിടെ തെമ്മാടികളില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ കൊട്ടേഷൻ സംഘങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന ഉപരിതല സ്പർശിയായതല്ല ഭരണകൂടത്തിന് ആന്തരികമായ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അത് സാമ്പത്തിക സ്ഥലങ്ങൾ അരാജകത്വം സൃഷ്ടിക്കും, അത് നിയമവ്യവസ്ഥയിൽ അരാജകത്വം സൃഷ്ടിക്കും, അത് ഇവിടെ സ്ഫോടനങ്ങളും പീഡനങ്ങളും അനുവർത്തിക്കും. ഇതൊക്കെ ഈ ഭരണകൂടത്തിന് മഹിമ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ആ കവിത കേട്ടിട്ടുണ്ടെങ്കിൽ പറയും, എല്ലാ തെമ്മാടിത്തരത്തിനും ഒത്താശ ചെയ്തു കൊടുക്കുന്ന രാജാവ് തന്നെയാണ് ആ തെമ്മാടിത്തം ദൂരീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് എന്ന് ഞാൻ 2010 പുസ്തകം എഴുതി. അപ്പൊ എനിക്കൊരു ഗവേഷണം ചെയ്തപ്പോൾ എനിക്കൊരു സങ്കടം മനസ്സിലായി. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയത് വരും, വടക്കേ ഇന്ത്യയിലെ രാജാക്കന്മാർ അമ്പല കാണിക്കകൾ കൊള്ളയടിക്കാൻ വേണ്ടി പ്രത്യേക വിവാഹത്തിന് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് രാജാവ് നേരിട്ടാണ് നിയമിച്ചിരുന്നത്. രാജാവിന്റെ മറ്റ് ആരോഗ്യ കച്ചേരി ഡിപ്പാർട്ട്മെന്റുകളോ മന്ത്രികളോ ഒന്നും അറിയല. എന്നിട്ട് കൊള്ളയടിച്ച് വന്നു കഴിഞ്ഞാൽ ആവരാതി പറയാൻ വേണ്ടി വരുന്നത് ഈ രാജാവിനെ എടുത്തു തന്നെയാണ്. ആ രാജാവ് ഞാൻ ആലോചിക്കട്ടെ ഇപ്പൊ തകർത്ത് കളയുന്നത് എന്നുപോലെ ഭരണകൂടത്തിന്റെ കൊള്ളകൾ ഇവിടെ ഉണ്ട്. ആ കൊള്ളകൾ നടത്തുന്നതിന് ഒരു പ്രത്യേക സംവിധാനങ്ങൾ കൊണ്ട് അത് ആ കവിതയിൽ വിസ്തരിച്ചിട്ടുണ്ട്. ജയശങ്കർ